വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുസന്നിധിയിലെ തൊട്ടിൽ നേർച്ച ഏറെ പ്രശസ്തിയാർജിക്കുകയാണ്. ജീവിതകാലത്ത് കുരുന്നുകളെ ഏറെ സ്നേഹിച്ചിരുന്ന അൽഫോൺസാമ്മയുടെ തിരുസന്നിധിയിൽ ഉദരഫലം തേടിയെത്തുന്നത് ഒട്ടേറെ പേരാണ്. വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിനിടയിലും സന്താനഭാഗ്യം ലഭിക്കാതെ വന്ന നൂറുകണക്കിന് പേരാണ് വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ മക്കളുണ്ടായതിന് നന്ദി അർപ്പിക്കാനായി ഓരോ ദിവസവും അന്യദേശങ്ങളിൽ നിന്നടക്കം വിശുദ്ധയുടെ കബറിടത്തിൽ എത്തിച്ചേരുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി കൃതജ്ഞതാ മലരുകൾ അർപ്പിക്കാൻ എത്തുന്നവർ നടത്തുന്ന സാക്ഷ്യം ഉദരഫലത്തിനായി വിശുദ്ധ നടത്തിയ സ്വർഗീയ മധ്യസ്ഥത്തിന് തെളിവാണ്. ജീവിതകാലത്ത് അൽഫോൺസാമ്മ കുട്ടികളോട് പുലർത്തിയിരുന്ന പ്രത്യേക വാത്സല്യത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് സന്താനഭാഗ്യത്തിനായുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയെ കേട്ട് ഉത്തരമരുളുന്നുവെന്നാണ് വിശ്വാസം. സന്താനഭാഗ്യത്തിനായി അൽഫോൺസാമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന തൊട്ടിൽ നേർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കൊപ്പം ഉപകാരസ്മരണകളുമായി വിശുദ്ധയുടെ സന്നിധിയിൽ ഒത്തുചേരുന്ന കാഴ്ചകൾ സാധാരണമാണ്. സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ തൊട്ടിൽ വിശുദ്ധയുടെ കബറിടത്തെങ്കൽ സമർപ്പിച്ച് ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വിധമാണ് തൊട്ടിൽ നേർച്ച നടത്തിപ്പോരുന്നത്. തൊട്ടിലുമായി എത്താൻ കഴിയാത്തവർക്കായി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് വെള്ളി കൊണ്ടുള്ള തൊട്ടിൽ വാങ്ങി സമർപ്പിക്കാനാവും. താരാട്ടുപാടി ഉറക്കുന്ന അമ്മയുടെ ചിത്രം മനസ്സിൽ നിറച്ച് കുഞ്ഞുതൊട്ടിൽ വിശുദ്ധയുടെ കബറിടത്തിൽ സമർപ്പിച്ച് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് പിന്നീട് വിശുദ്ധയുടെ സന്നിധിയിൽ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നത് വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ പ്രചാരകരായാണ്. ക്ലാരമഠത്തിലെ ജീവിതത്തിനിടയിലും വാകക്കാട് സ്കൂളിലെ അധ്യാപനത്തിനിടയിലും അൽഫോൺസാമ്മ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു. കുട്ടികൾക്കായി പ്രത്യേക സമ്മാനങ്ങൾ നൽകാനും അൽഫോൺസാമ്മ ശ്രദ്ധിച്ചിരുന്നു എന്ന് സാക്ഷ്യങ്ങളുണ്ട്. മരണശേഷം വിശുദ്ധ അൽഫോൺസാമ്മയുടെ സ്വർഗീയ മധ്യസ്ഥതം ആദ്യം തിരിച്ചറിഞ്ഞതും കുട്ടികൾ തന്നെയായിരുന്നു. അൽഫോൺസാമ്മയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച കുട്ടികൾക്ക് ഉദ്ദിഷ്ടകാര്യങ്ങൾ ലഭിച്ചതോടെ കൂടുതൽ കുട്ടികൾ വിശുദ്ധയുടെ സഭിത്വത്തിലേക്ക് എത്തിത്തുടങ്ങി. അൽഫോൺസാമ്മ അനുഗ്രഹമാരി ചൊരിയുന്നതായി ആദ്യകാലങ്ങളിൽ പ്രചരിപ്പിച്ചതും കുട്ടികൾ തന്നെയായിരുന്നു. അൽഫോൺസാമ്മയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച കുട്ടികൾക്ക് ഉദ്ദിഷ്ടകാര്യങ്ങൾ ലഭിച്ചതോടെ കൂടുതൽ കുട്ടികൾ വിശുദ്ധയുടെ സഭിത്വത്തിലേക്ക് എത്തിത്തുടങ്ങി. അൽഫോൺസാമ്മ അനുഗ്രഹമാരി ചൊരിയുന്നതായി ആദ്യകാലങ്ങളിൽ പ്രചരിപ്പിച്ചതും കുട്ടികൾ തന്നെയായിരുന്നു. ഉന്നത പരീക്ഷകളിൽ വിജയങ്ങളടക്കം കൈവരുത്തുന്നതിനായി വിശുദ്ധയുടെ അനുഗ്രഹം തേടി ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ ഇപ്പോഴും വിശുദ്ധയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു.